പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും UDFന് ഉജ്ജ്വലമായ വിജയമുണ്ടായി. ആ വയനാട് ഭൂരിപക്ഷം കൂടി, 5 ഇരട്ടി ഭൂരിപക്ഷം പാലക്കാട് കൂടി, 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചേലക്കരയിൽ പന്തീരമായിട്ട് കുറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിൽ വലിയ റിസൾട്ട് UDFന് അനുകൂലമായിട്ട് വരുന്നു. തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി, ഇരട്ടി ഭൂരിപക്ഷം. പുതുപ്പള്ളിയിൽ 4 ഇരട്ടി ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി. ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് UDFനെ കേരളത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് UDFന്റെ നേതൃത്വ നിരയിലുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്. പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത്. ഞാനതിനെ UDF ചെയർമാനായി UDFന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയിലേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റില്ല. വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ UDFന് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ UDFന് 2026 തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൌത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി UDF ഏൽപ്പിച്ചത്. അപ്പൊ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും UDFന് ഒരു പ്രശ്നമില്ല. ഒരാളുമായിട്ടും ഒരു വിഷയമില്ല.